2 കേസ് ഉണ്ട്. ബാബാ എന്നാണ്ട് വിശേഷം? എനിക്കൊരു നെക്ക് പെയിന് സിവിയർ ആയിട്ടുണ്ട്. അതുകൂടാതെ വണ്ണം കാരണം തോന്നുന്നു വണ്ണമുണ്ടെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലേ? അപ്പോൾ എനിക്ക് വണ്ണം കുറച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഓക്കെ, നെക്ക് പെയിൻ എപ്പോഴും വണ്ണം കൊണ്ടായിരിക്കണമെന്നില്ല, പക്ഷെ വണ്ണം കുറയ്ക്കാൻ എന്നുള്ളൊരു നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ എന്താണ് മാർട്ടിൻ്റെ ഒരു ഐഡിയ? വണ്ണം കുറയ്ക്കുന്നതിനെ കുറിച്ച് എന്താണ് പ്ലാൻ? എങ്ങനെയാണ്? സ്ട്രെയിറ്റ് അവേ അങ്ങ് ജിമ്മിൽ പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളൊരു വണ്ണം കുറയ്ക്കുക എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട്, നമ്മൾ നേരിട്ട് ജിമ്മിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്റ്റാറ്റസ്, ബോഡിയുടെ ഒരു സ്റ്റാറ്റസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു എക്സർസൈസ് പ്രോഗ്രാം തുടങ്ങുന്നത്. അതിന് നമ്മളിപ്പോൾ എപ്പോഴും വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി നമ്മുടെ മനസ്സിൽ ഇതുള്ളപ്പം നമുക്കിത് സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും പലയിടത്തു നിന്നാണെങ്കിലും പലതരം ഇൻപുട്ട് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പലതും തികച്ചും സയൻറ്റിഫിക് ആയിരിക്കത്തില്ല. ഒരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അത് ഫോളോ ചെയ്ത് പല ആൾക്കാരും പല ഇഞ്ചുറീസ് ആയിട്ടും അല്ലെങ്കിൽ ചില ജിമ്മിൽ കുഴഞ്ഞു വീണ ആൾക്കാർ മരിക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പലപ്പോഴും സംഭവിക്കുന്നത് ഇത് ഒരു സുപ്രഭാതത്തിൽ ഒരു ടെസ്റ്റും ചെയ്യാതെ പലപ്പോഴും ഒരു എക്സർസൈസ് പ്രോഗ്രാം അല്ല ആരുടെയെങ്കിലും ഒരു ഗൈഡൻസ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അപ്പോൾ ഒരു എക്സർസൈസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പലതരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ അപകടങ്ങളും ജിമ്മിലുണ്ടാകുന്നു, ഇഞ്ചുറി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ നമ്മളൊരു ഇതിനെക്കുറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ പലരും ഈ പെട്ടെന്നൊരു എക്സർസൈസ് പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഈ വെയിറ്റ് കുറയ്ക്കുക, എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളും വെച്ചുകൊണ്ട് ജിമ്മിൽ പോവുക. ഈ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർമാർക്കും ഈ ശരീരത്തെക്കുറിച്ച് ഒരു ഐഡിയ കാണത്തില്ല. അപ്പോൾ അവർ കുറച്ച് എക്സ്ട്രാ, അപ്പോൾ ഇവൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു ടൈം ലൈനൊക്കെ വെച്ചിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര വെയിറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞ് ഈ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സർസൈസ് പ്രോഗ്രാം തുടങ്ങും. അത് അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഞ്ചുറി ആവും. വ്യക്തി ജിമ്മിൽ പോകുന്നത് നിർത്തും. പിന്നെ അയാളുടെ ഉദ്ദേശം വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫിറ്റ്നസ് അച്ചീവ് ചെയ്യുക എന്നുള്ള ആ ഒരു എയിം അതോടെ അങ്ങ് അവസാനിക്കും. വർഗീസിനെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്? ഓക്കെ, കാർഡിയാക് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യാതെ നേരെ കയറി വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് പലർക്കും ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രയറായിട്ടൊരു കാർഡിയക് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് എന്തും സ്റ്റാർട്ട് ചെയ്യാം. മാർട്ടിൻ്റെ കാർഡിയക് ചെക്കപ്പ് എപ്പോഴും ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ട് വേണം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതേപോലെ പല ജിമ്മുകളിലും ഡയറ്റ് തരുന്നത്, ഡയറ്റ് വെയിറ്റ് റിഡക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതിനകത്ത് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പം ഹോർമോൺസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്ത് വേണം നമുക്ക് ഡയറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അതെ, നമുക്കൊരു എൻഡോക്രൈനോളജി ക്ലിയറൻസ് കൂടെ നോക്കണം. അതായത് ഈ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ചിലപ്പം തടി കുറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്കുണ്ടെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റൂടെ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നമ്മുടെ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് അത് ഉപകാരപ്പെടും. അപ്പോൾ വർഗീസും ജോനും പറഞ്ഞതിനകത്തുള്ള കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോകുന്നതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ജിമ്മിൽ പോകുന്നതിന് മുമ്പായിട്ട് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ബോഡിയുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ ഏതൊക്കെ മസിൽസിൻ്റെ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ എത്രയൊക്കെ മസിൽസിന് പവറുണ്ട്, ഏതൊക്കെ മസിൽസിന് എന്തൊക്കെ ടൈപ്പ് എക്സർസൈസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്നൊരു അസസ്മെൻറ്റ് വേണം. അത് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് പോലത്തെ മസിൽ അസസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഉള്ള ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് അസസ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ മസിൽസിന് എടുക്കാൻ പറ്റുന്ന ലോഡും അതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സർസൈസ് പ്രോഗ്രാമും അവർക്ക് ചാർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ന്യൂട്രീഷനിസ്റ്റ്, ഡയറ്റീഷ്യൻ, അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഓരോ രീതിയിലുള്ള ആൾക്കാരായിരിക്കും. ചിലർ പ്രിഡോമിനൻ്റ്ലി പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്, വെജിറ്റേറിയൻസ് ആയിരിക്കും കൂടുതൽ. ചിലർക്ക് മീറ്റ് കഴിക്കാൻ കുഴപ്പമില്ലാത്തവരായിരിക്കും, ചിലർക്ക് ചില മീറ്റ് കഴിക്കാൻ പറ്റില്ല, ചിലത് അലർജിക്ക് ആയിരിക്കും. അപ്പോൾ അതിന് പറ്റിയ ഒരു ഡയറ്റ്. ഈ ഡയറ്റ് പറയുമ്പോൾ ആൾക്കാർക്ക് പലർക്കും ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ക്വാണ്ടിറ്റിയുടെ കാര്യം ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റി അല്ല ഇതിനകത്ത് ഉള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റ്, അതുപോലെ ഇതിൻ്റെ ടോട്ടൽ കാലറി. നമുക്കൊരു ഒരു പ്രിൻറ്റഡ് ചാർട്ട് എടുത്ത് കൊടുത്തിട്ട് എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരുപോലത്തെ പല ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും ചെല്ലുന്നത് ഇങ്ങനെയാണ്, ഒരു പ്രിൻറ്റഡ് ചാർട്ട് എടുത്ത് കൊടുക്കും. പക്ഷേ ഇത് പലപ്പോഴും ഇത് പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഇൻഡിവിജ്വലിന് വേണ്ട ഒരു മിനിമം കാലോറി റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ, അതനുസരിച്ചിട്ടൊരു ഡയറ്റ് പ്ലാനും കൂടെ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഒരു എക്സർസൈസ് പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഡയറ്റും കൂടെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഉള്ളൊരു വെയിറ്റ് റിഡക്ഷൻ, അതുപോലെ തന്നെ ഇഞ്ചുറി പ്രിവെൻഷനും പ്രോട്ടീൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആഡിക്വേറ്റ് ആയിട്ട് പ്രോട്ടീനും കാലറിയും ഹൈഡ്രേഷനും ന്യൂട്രിയൻസും ഒന്നും ശരിയായിട്ടുള്ള അളവിൽ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
നമുക്ക് ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതകളും റിക്കവറിക്കും ഇത് അത്യാവശ്യമാണ്. അപ്പോൾ വർഗീസ്, ഇത് മാർട്ടിൻ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഈ ഫിറ്റ്നസ് ക്ലിനിക്കിൻ്റെ കാര്യം അറിഞ്ഞിട്ട് വന്നാണോ അറിയാതെ വന്നാണോ? വർഗീസ് വല്ലതും പറഞ്ഞായിരുന്നു മാർട്ടിൻ? എനിക്ക് തോന്നുന്നു മാർട്ടിൻ അതിനെക്കുറിച്ച് കേട്ടില്ല എന്ന് തോന്നുന്നു. മാർട്ടിൻ, നമ്മളിവിടെ ഒരു മെഡിഫിറ്റ് ക്ലിനിക്ക്, അതൊരു വൺ ഓഫ് എ കൈൻഡ് ഒരു മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി സ്പെഷ്യാലിറ്റി ഫിറ്റ്നസ് ബോർഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപെഡിക്സിൻ്റെ നേതൃത്വത്തിൽ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ. അതെന്താണെന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഫിറ്റ് ആകണം, അല്ലെങ്കിൽ ഓൾറെഡി ഫിറ്റ്നസ് ഫീൽഡിലുള്ള ഒരാളോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഫീൽഡിലേക്ക് കടക്കാൻ പോകുന്ന ഒരാളോ നമ്മുടെ ഈ ഒരു ക്ലിനിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മസ്കുലോസ്കെറ്റൽ അസസ്മെൻറ്റ് ഞങ്ങൾ ഓർത്തോപെഡിക്സും ഫിസിയോതെറാപ്പി ടീമും കൂടെ കംപ്ലീറ്റ് ആയിട്ട് നടത്തും. അതുകൂടാതെ അവർക്കൊരു കാർഡിയാക് സ്റ്റേറ്റസ്, കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ ഹെൽത്ത് എത്രമാത്രം ഉണ്ട്, എത്രമാത്രം എക്സസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇവാലുവേഷൻ, ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ഞങ്ങളുടെ കാർഡിയാക് ടീം ചെയ്യും. അതേപോലെ അവർക്ക് അനുബന്ധമായിട്ട് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ലേഡീസിനാണ് കൂടുതലും, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതിന് നേതൃത്വം കൊടുത്ത് എന്താണ് പ്രോബ്ലം, എങ്ങനെ അത് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. കാര്യം ഡയറ്റും എക്സസൈസും കൊണ്ട് മാത്രം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ വണ്ണം കുറഞ്ഞു എന്ന് വരത്തില്ല. അതേപോലെ മറ്റ് പ്രശ്നങ്ങൾ, മറ്റെന്ത് മെഡിക്കൽ പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലാണ് നമ്മുടെ. ഇപ്പോൾ ഏത് സ്പെഷ്യാലിറ്റിയുടെ സേവനമാണോ വേണ്ടത് അവരുടെയും കൂടെ സേവനം എടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു സയൻറ്റിഫിക് വർക്കപ്പ് നമ്മൾ നടത്തി നമ്മുടെ ന്യൂട്രീഷനിസ്റ്റിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് സാർ പറഞ്ഞ പോലെ കാലറി ബേസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് വേണ്ട കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനും കൂടെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇവാലുവേഷൻ ഞങ്ങളുടെ അസസ്മെൻറ്റും ഞങ്ങളുടെ റെക്കമെൻഡേഷനും ഒരു ചാർട്ടായിട്ട് അതായത് ക്ലയൻസിന് കൊടുക്കും. അപ്പോൾ മാർട്ടിന് തരുന്ന റെക്കമെൻഡേഷൻ മാർട്ടിൻ ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിലവിടെ ട്രെയിനറിനെ കാണിച്ചാൽ മതിയാവും. ഡോക്ടർ, ലൊക്കേഷൻ വരുമ്പോൾ ഞാൻ ഏത് ജിമ്മിലായിരിക്കും പോകേണ്ടത്? ഇപ്പോൾ മാർട്ടിൻ കോട്ടയം അല്ലേ, നമ്മളിവിടെ ഒരു 3 ഡിസ്ട്രിക്റ്റിലെ മേജർ ജിമ്മുകളുമായിട്ട് നമ്മൾ ഓൾറെഡി അഫിലിയേറ്റഡ് ആണ്. അപ്പം അവർ നമ്മളുമായിട്ട് കോൺസ്റ്റൻറ്റ് ടച്ചിലാണ്. അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ തരുന്ന അസസ്മെൻറ്റ് ചാർട്ട് നമ്മൾ അഫിലിയേറ്റഡ് ആയിട്ടുള്ളൊരു ജിമ്മിൽ, നിങ്ങൾ കോട്ടയത്തുള്ള ജിമ്മിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാം. അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന പോലത്തെ ഉള്ളൊരു വർക്കൗട്ട് പാറ്റേണും ഡയറ്റ് പാറ്റേണും അവർ ചെയ്യാനായിട്ട് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. സയൻറ്റിഫിക് ബാക്കപ്പ് ഞങ്ങൾ കൊടുക്കും. നിങ്ങൾക്കുള്ള ഫിറ്റ്നസ് ഒരു സൂപ്പർവിഷൻ അവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ മാർട്ടിനെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ഒരു ക്ലിനിക്ക് ഞങ്ങളിത് ഇത്തരം ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫിറ്റ്നസ് ബോർഡ് എന്നൊരു കോൺസെപ്റ്റ് വർഗീസ് ആണ് അത് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് ഒന്ന് ആലോചിച്ചിട്ട് ഞങ്ങളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റ്നസ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2 കാര്യമാണ്. ഒന്ന് അൺസയൻറ്റിഫിക് ആണ്, രണ്ടാമത് ചൂഷണമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആൾക്കാർ ഭയങ്കര വെയിറ്റ് കുറയ്ക്കണം എന്ന് അതിയായുള്ള ആഗ്രഹം ഉള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഈ പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്നത്. നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ് ഞങ്ങളുടെ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റ് ലീഡ് ചെയ്യുന്ന നമ്മുടെ KM ചെറിയാൻ ഹോസ്പിറ്റലിൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ് ഈ ഒരു ബോർഡ്. ഇതിനകത്ത് ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. നമ്മുടെ വരുന്ന OP കൺസൾട്ടേഷൻ്റെയും റിക്വയർഡ് ആയിട്ടുള്ള ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ജിമ്മുകളുടെ അഫിലിയേഷനോ എക്സർസൈസസിനോ ഗൈഡൻസിനോ ഒന്നും ഒരു ചാർജസും ഇല്ല. ഞങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫിറ്റ്നസ് ക്ലിനിക്ക് സാറ്റർഡേയ്സ് ഉണ്ടായിരിക്കും. അല്ല പേഷ്യൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ ഫിറ്റ്നസ് ക്ലിനിക്കിൽ കാണിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ OPയുടെ ഇടയിലും ഞങ്ങൾ അത്തരം പേഷ്യൻസിനെ കാണും. അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസും അവർക്ക് വേണ്ട ഗൈഡൻസ് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു വൺ ടൈം ഓഫ് ഇതല്ല. നമ്മൾ ആ പേഷ്യൻറ്റിന് നമ്മളായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വേണ്ട ഗൈഡൻസ് എല്ലാം നമ്മൾ അവർക്ക് കൊടുക്കും. ത്രൂ ദ ജിമ്മിൽ അവർക്ക് ചെയ്യേണ്ട എക്സർസൈസസ്, ഇനി അതോ അവർക്ക് ജിമ്മ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നോ ഇഞ്ചുറീസ് വരുന്നോ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു നോവൽ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് ശരിക്കും അത് വേണ്ടതാണ്. അല്ലാതെ ചുമ്മാ അതൊരു എക്സർസൈസ് ചെയ്ത് ഇഞ്ചുറീസ് ഉണ്ടാക്കി അത് ഇഞ്ചുറി വന്നു കഴിയുമ്പോഴത്തേക്കും പേഷ്യൻ്റ് എക്സർസൈസിനകത്തുനിന്ന് ബാക്കൗട്ട് ചെയ്യും. അവനെ ഒരിക്കലും ആ ഗോളെ അച്ചീവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫിറ്റ്നസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇഞ്ചുറീസ് വരാതെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മാർട്ടിൻ ആവട്ടെ നമ്മുടെ ഫസ്റ്റ് ഫിറ്റ്നസ് ക്ലയൻറ്റ്. ഓക്കെ. താങ്ക് യു ഡോക്ടർ.